സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പസമയം ഈ പകൽക്കാലം ചിന്തിപ്പാനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 97-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. തീ അവന് മുൻപായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. തീ അവന് മുൻപായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവം നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദ് തന്നെയാണ്. ദാവീദിന് മാത്രമേ ഇത് ആമേൻ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ എഴുത്തുകാരനൊക്കെ ദാവീദ് തന്നെയാണ്. ആമേൻ, സ്തോത്രം. അവിടെ ആമേൻ അവന് മുൻപായി തീ എന്ത് ചെയ്യുന്നു? ആമേൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവകുഞ്ഞെ, നിന്നെ ഒരിക്കലും ഏകനായി വിടാത്തൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, എൻ്റെ ആവശ്യങ്ങൾക്ക് കർത്താവ് കൂടെ ഇരിക്കുന്നില്ലല്ലോ, എൻ്റെ വിഷയത്തിന് മറുപടി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, തീ അവന് മുൻപേ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വൈരികളെ മെതിച്ചു കളയുവാൻ, വൈരികളെ ദഹിപ്പിച്ചു കളയുവാൻ, ചുറ്റും നിൽക്കുന്ന ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ വൈരികളെ മെതിക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വിരോധമായി, ആമേൻ സ്തോത്രം, ആരാധിക്കുന്നവന് വിരോധമായി, ആമേൻ സ്തോത്രം, ദൈവവചനം സംസാരിക്കുന്നവന് വിരോധമായി, മുഴങ്കാൽ മടക്കുന്നവന് വിരോധമായി, ഉണ്മയോടെ നടക്കുന്നവന് വിരോധമായി പാളയമിറങ്ങുമ്പോൾ സ്വർഗം പറയുന്നു, നീ പോലും അറിയാതെ ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇന്ന് പകൽക്കാലം വൈരികളെ മെതിക്കാൻ പോകുകയാ. നീ എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, നീ എൻ്റെ സന്നിധിയിൽ മുഴങ്കാലിൽ ഇരിക്കുക. ഈ പ്രഭാതം നിന്റെ പ്രാർത്ഥന കഴിയും മുൻപേ തന്നെ ചില വൈരികളെ ഞാൻ മെതിച്ചു കളയും. ഹല്ലേലൂയ, ശബലബരഗതുനി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. തീ അവന് മുൻപായി കടന്നു പോകുന്നു. അവിടെ വായിക്കുന്നത് 5-ാം വാക്യം പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ, സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ഹല്ലേലൂയ. എത്ര പർവ്വതമാണെങ്കിലും സെരുബ്ബാബേലിന്റെ മുമ്പേ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? നീ സഭ ഭൂമിയായി തീരും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ മുൻപിൽ നിൽക്കുന്ന എത്ര വലിയ പർവ്വതമാണെങ്കിലും, എത്ര പർവ്വതം പോലെയുള്ള പ്രതികൂലങ്ങളാണെങ്കിലും അതിനെ സമഭൂമിയാക്കുന്ന ഒരു പ്രാർത്ഥന നിന്റെ അധരധോരത്തിൽ നിന്ന് പുറത്തു വരുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവം പറയുന്നു, നിന്റെ മുടങ്ങിപ്പോയ പ്രാർത്ഥനകൾ, നിന്റെ മുടങ്ങിപ്പോയ ആരാധനകൾ, നിന്റെ മുടങ്ങിപ്പോയ വചനധ്യാനങ്ങൾ, നിന്റെ മുടങ്ങിപ്പോയ സഭയിലെ സാക്ഷ്യങ്ങൾ, നിന്റെ മുടങ്ങിപ്പോയ പ്രബോധനങ്ങൾ, നീ അത് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമെങ്കിൽ ഞാൻ നിന്റെ വൈരികളെ മെതിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ഏതൊക്കെയോ ദൈവദാസന്മാരോട്, ഏതൊക്കെയോ ദൈവദാസിമാരോട് പറയുന്നു ദൈവാത്മാവ്, നിന്റെ മുടങ്ങിപ്പോയ പല നന്മകളും തിരിച്ചു നീ കൊണ്ടുവരുമെങ്കിൽ, ദൈവം നിന്നെ ഏൽപ്പിച്ചത് നീ തിരിച്ചു പിടിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ചില പർവ്വതങ്ങൾ ദൈവസന്നിധിയിൽ മെഴുകുപോലെ ഉരുകും. ആമേൻ. മെഴുകുപോലെ ഉരുകുന്ന നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒരു വെൺമഴുവാക്കി. ആമേൻ. ഈ കാലഘട്ടത്തിൽ ലോകം അറിയപ്പെടുന്ന, ദേശം അറിയപ്പെടുന്ന, നീ പാർക്കുന്ന പട്ടണം അറിയപ്പെടുന്ന ഒരു ദൈവ പൈതലാക്കി ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ പറ, ആമേൻ, യഹോവയുടെ സന്നിധിയിൽ, സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആമേൻ.
തീർന്നില്ല കേട്ടോ. ആകാശം അവന്റെ നീതിയെ പ്രസ്താവിക്കുന്നു, സകല ജാതികളും അവന്റെ മഹത്വത്തെ കാണുന്നു. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കുന്ന വ്യക്തികൾ നിന്നെ കാണാൻ പോകുകയാ. നിന്റെ അതിരത്തിൽ നിന്ന് വരുന്ന ദൈവവചനം ചിലർക്കൊരു ചുറ്റിക പോലെ ആഞ്ഞടിക്കും. ശത്രുവിനെ ഇന്ന് പകൽക്കാലം അവൻ പരാജയപ്പെട്ടവനാ. അവൻ നിന്റെ മുമ്പിൽ ജയിക്കത്തില്ല. അവൻ പരാജയപ്പെട്ടവനാ. അവനെ തകർക്കണമെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാൽ, വചനമെന്ന ചുറ്റിക, അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അത് സാത്താന്റെ കൂടാരങ്ങളെ തകർക്കുന്നതാണ്. അത് സാത്താന്റെ ഇരിപ്പിടങ്ങളെ പൊളിക്കുന്നതാണ്. അത് സാത്താന്റെ മണ്ഡലങ്ങളെ ഉന്മൂലനാശം ചെയ്യുന്നതാണ്. അതാണ് ഗിദെയോനോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞില്ലേ, നീ പാളയത്തിലേക്ക് ചെല്ലുക, ഞാൻ നിന്നെ ഒരു വാളാക്കി വിടും. നിന്നെ കാണുന്നവർ വാൾ നടന്നു വരുന്നത് പോലെ അവരുടെ വായിൽ നിന്ന് അവർ തന്നെ പറയും, ഇത് മറ്റാരുമല്ല, ഇത് ഇസ്രായേലിന്റെ വാൾ തന്നെയെന്ന്. ആമേൻ. ഗിദെയോനെ കാലഘട്ടങ്ങളിൽ സ്തോത്രം, ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുൻപിൽ ഗിദെയോനെ കർത്താവ് തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ തെരഞ്ഞെടുക്കുകയാ. ഗിദെയോന്റെ മേൽ പകർന്ന അഭിഷേകം നിന്റെ മേൽ ദൈവം തരാൻ പോകുകയാ. ഗിദെയോന്റെ മേൽ പകർന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേൽ ദൈവം അയക്കാൻ പോകുകയാ. ഈ പ്രഭാതത്തിൽ നീ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്, ബൈബിൾ വായിക്കാൻ മറന്നു പോകരുത്, മുഴങ്കാലിൽ നിൽക്കാൻ മറന്നു പോകരുത്. ദൃഢഗതിയിലുള്ള നിന്റെ ജീവിത ശൈലികളെന്ന് മാറ്റി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാകുമോ? എങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ, സ്തോത്രം. തീ അവന് മുൻപായി പോകുന്നു, ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവന്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ട് വിറയ്ക്കുന്നു. ഇന്ന് പകലിൽ ചിലത് ദൈവസന്നിധിയിൽ വിറയലോടെ വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പൻ്റെ പുനരത്തിലേക്ക് താഴ്ത്തുന്നു. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.